വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകൻതൊഴൽ മാർച്ച് 2-നാണല്ലോ ഇത്തവണ. ചോറ്റാനിക്കര മകൻതൊഴൽ മങ്കമാർക്ക് ഏറ്റവും പ്രധാനമാണ്. ഉച്ച കഴിഞ്ഞ് വേഗത്തിൽ നടയടയ്ക്കുകയും 2 മണി കഴിഞ്ഞ് നട തുറക്കുകയും ചെയ്യുന്നു. സർവാലങ്കാര വിഭൂഷിതയായി നിൽക്കുന്ന അമ്മയെ ഒരു നോക്ക് കണ്ടാൽ പൂർവ്വപുണ്യ സുഹൃതമായി കരുതണം. മംഗല്യസൂത്രമണിഞ്ഞവരും അണിയാത്തവരും ജീവിത വിജയത്തിന് മകൻതൊഴൽ അത്യന്ത വിശേഷമായി കണ്ടുപോകണം. അതിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടന്നാലോ. ആകാശത്തുകൂടി സഞ്ചരിച്ചിരുന്ന വില്ലുമംഗലം സ്വാമി ഇവിടെ എത്തിയപ്പോൾ ഒരു തേജസ് വ്യാപിച്ചിരിക്കുന്നത് കണ്ട് ദേവിയെ സ്തുതിച്ച് സംതൃപ്തയാക്കി. ഈ ചൈതന്യം സമാഹരിച്ചത് ഈ ദിവസമാണ്, കുംഭമാസത്തിലെ മകം. ഈ ദിവസം അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നത് നല്ലതാണ്. വൈകിട്ട് സ്വാമി കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി സൂര്യപ്രഭ പോലുള്ള തേജസ് കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് പ്രസരിക്കുന്നതായി തോന്നി. ദേവി വിഗ്രഹമാണ് അവിടെ കണ്ടത്. അത് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠ നടത്തി. സർവകാര്യ വിജയവും ദുർബാധ നിവാരണത്തിന് പ്രസിദ്ധിയും ആർജിച്ച കീഴ്ക്കാവിൽ ദേവി ഉത്ഭവം ഇങ്ങനെയാണ്. കാമക്രോധ ലോഭ മോഹങ്ങൾക്ക് വശംവദരായാൽ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതിനു മുമ്പ് ഇവർ ശിക്ഷ അനുഭവിക്കും അത്രേ. കുംഭരോഹിണി ദിവസം കൊടിയേറി ഉത്രം ആറാട്ടായി കൊണ്ടാടുന്നു. ഓരോ ദിവസവും പ്രത്യേകം ആറാട്ടുണ്ട്. മകൻതൊഴൽ മങ്കമാർക്ക് പ്രധാനമാണെങ്കിൽ പൂരം തൊഴൽ പുരുഷന്മാർക്ക് ശ്രേഷ്ഠമാണ്. അന്ന് ദേവിയെ കീഴ്ക്കാവിൽ നിന്ന് പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളിക്കുന്നു. 7 ആനകളുടെ പൂരം എഴുന്നള്ളത്തുണ്ട്. അമ്മ കീഴ്ക്കാവിൽ അമ്മ, ഓണക്കൂർ അമ്മ, കൂഴേറ്റിൽ അമ്മയും വിഷ്ണുവിൻ്റെ 2 രൂപത്തിലുള്ള തിടമ്പും ശാസ്താവിൻ്റെ തിടമ്പും, അങ്ങനെ 7 ദേവീ ദേവന്മാരെയാണ് എഴുന്നള്ളിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത പ്രത്യേകത, വിഗ്രഹ അഭിഷേക ജലം വടക്കുഭാഗത്തെ ഓവുവഴി പ്രവഹിക്കാറില്ല. സ്വയംഭൂവായതുകൊണ്ട് അഷ്ടബന്ധനവുമില്ല. ഇത് മണലിൽ ആഴ്ന്നിറങ്ങി ഓണക്കൂർ തീർത്ഥക്കുളത്തിൽ ചെന്ന് പതിക്കുന്നു. 1.5 ഫർലോങ് ദൂരം. ജലാഭിഷേകം മാത്രമേ ഇവിടെ നടത്താറുള്ളൂ. പാല്, തൈര്, പഞ്ചാമൃതം, മറ്റഭിഷേകങ്ങൾ പാടില്ല. സ്വയംഭൂവായ രുദ്രാക്ഷശിലയായതിനാൽ മറ്റഭിഷേകങ്ങൾ പാടില്ല. രുദ്രാക്ഷശിലയിലുള്ള ഉയർന്ന ബിംബം അമ്മയുടെയും കൃഷ്ണശില നാരായണൻ്റെയുമാണ്. ഇവ 2 പേരും ശ്രീകോവിലിലുള്ളതിനാൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്നുരുവിടുന്നു. അമ്മയോടൊപ്പം നാരായണൻ ഉള്ളതിനാൽ അമ്മയ്ക്ക് നേദിക്കുന്നത് തന്നെ നാരായണൻ ലഭിക്കുന്നു. ഇവിടെ മകരത്തിൽ കൊടിയേറുന്നത് അപൂർവമാണ് എന്ന് പറയണം. 5 വർഷം കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. മകം പോലെ അമ്മയുടെ പിറന്നാളായ വൃശ്ചികത്തിലെ കാർത്തികയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ അമൃത സ്വരൂപികൾ ആയ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തി അനുഗ്രഹം വാങ്ങി മടങ്ങുന്ന നിർമാല്യ സമയത്ത് സാക്ഷാൽ കൊല്ലൂർ മൂകാംബിക അഥവാ സരസ്വതി ഭാവമാണ്. ഈ സമയത്ത് വെള്ളപ്പട്ടാണ് ഉടുപ്പിക്കുന്നത്. ഇവിടെ നട തുറന്ന ശേഷം ദേവി മൂകാംബികയിലേക്ക് പോകുന്നു. അതിനാൽ ഇവിടെ നട തുറന്ന ശേഷമേ മൂകാംബികയിൽ നട തുറക്കുകയുള്ളൂ. ഉഷപൂജാ സമയത്ത് ദുർഗാഭാവമാണ്. ഈ സമയത്ത് കടും ചുവപ്പ് പട്ടുസാരിയാണ് അമ്മ ധരിക്കുന്നത്. വൈകുന്നേരം ലക്ഷ്മി നാരായണ സമേതയായും ദേവി അനുഗ്രഹം ചൊരിയുന്നു. ശങ്കരാചാര്യൻ മൂകാംബിക ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വ്രതം അനുഷ്ഠിച്ചു. ദേവി നിബന്ധനയ്ക്ക് വിധേയയായി പോരാൻ തയ്യാറായി. ശങ്കരൻ മുന്നിൽ നടക്കണം, അമ്മ പിന്നാലെ വരും എന്ന് ദേവി സമ്മതിച്ചു. കാൽച്ചിലങ്കയുടെ ശബ്ദം കൊണ്ട് എൻ്റെ സാന്നിധ്യം അറിയണം, തിരിഞ്ഞു നോക്കരുത്, നോക്കിയാൽ ഞാൻ അവിടെ അധിവസിക്കും. നിബന്ധനയ്ക്ക് അനുസരിച്ച് സരസ്വതീ മന്ത്രധ്യാനത്തോടെ ശങ്കരാചാര്യർ നടന്നു. പെട്ടെന്ന് ചിലങ്ക ശബ്ദം നിന്നു. ശങ്കരൻ തിരിഞ്ഞു നോക്കി. കരാർ ലംഘിക്കപ്പെട്ടതായി ദേവി പറഞ്ഞു. വിഷമിച്ച് നിൽക്കുന്ന ശങ്കരനോട് ദേവി പറഞ്ഞു, മകനെ ശങ്കര, ഞാനൊന്നു ചെയ്യാം. അതിരാവിലെ കേരളത്തിലെ അമൃതസ്വരൂപികൾക്ക് ദർശനം നൽകി ഇവിടെയുണ്ട്. അങ്ങനെ ജ്യോതിയാനക്കര എന്ന പേരിൽ പ്രസിദ്ധമാകും. ശങ്കരൻ ആവാഹിച്ചു കൊണ്ടുവന്ന പ്രതിഷ്ഠയിൽ ദേവിയുടെ സമ്പൂർണ്ണ സാന്നിധ്യം ഉണ്ടായി. അവിടെയാണ് ഇന്നത്തെ ചോറ്റാനിക്കരയായി മാറിയത്. ദിവസവും ദേവിയെ അണിയിച്ചൊരുക്കുന്നത് വിശിഷ്ടമായ തങ്കഗോളക ഉപയോഗിച്ചാണ്. സാധാരണ ദിവസങ്ങളിൽ ഇടത് കൈയാലാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുക. എന്നാൽ മകം, കാർത്തിക, വിഷു എന്നീ വിശേഷ ദിവസങ്ങളിൽ